പ്രിയമുള്ള കുട്ടികളെ, ഇന്ന് നമുക്ക് ലിമിറ്റിംഗ് റിയാജൻറ്റ് എന്താണെന്ന് നോക്കാം. ലിമിറ്റിംഗ് റിയാജൻറ്റ്, അതായത് രണ്ട് പിക്ചറുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പിക്ചർ നമ്മൾ കാണുന്നു, ഒരു മെഴുകുതിരി ഓപ്പൺ എയറിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പിക്ചറിൽ കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരി ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് പിക്ചറുകളിലും തമ്മിലുള്ള വ്യത്യാസം, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളിലുള്ള വ്യത്യാസം, റിയാക്ഷനിലുള്ള വ്യത്യാസം നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതായത് മെഴുകുതിരി കത്തുക എന്നുള്ളൊരു കെമിക്കൽ റിയാക്ഷനാണ്. ഈ കെമിക്കൽ റിയാക്ഷനിലെ രണ്ട് റിയാക്റ്റൻറ്റുകൾ, മെഴുകുതിരി കത്തുമ്പോഴുള്ള ബേണിംഗ് ഓഫ് ക്യാൻഡിലിലെ രണ്ട് റിയാക്റ്റൻസുകൾ, ഒന്ന് ക്യാൻഡിലാണ്, മറ്റൊന്ന് എയർ അല്ലെങ്കിൽ ഓക്സിജനാണ്. എയറും മെഴുകും തമ്മിലുള്ള റിയാക്ഷനാണ് മെഴുകുതിരിയുടെ ബേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ പിക്ചർ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഈ പിക്ചറിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ ആ മെഴുക് കത്തിത്തീർന്ന് റിയാക്ഷൻ അവിടെ അവസാനിക്കുന്നു. അവിടെ റിയാക്ഷൻ അവസാനിക്കാൻ കാരണം ആ ക്യാൻഡിൽ തീർന്നു പോകുന്നതാണ്. ഇനി രണ്ടാമത്തെ പിക്ചറിലേക്ക് വരികയാണെങ്കിൽ, കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരിയിൽ അവിടെയും റിയാക്റ്റൻസ് ക്യാൻഡിലും എയറും തന്നെയാണ്. ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരിയുടെ മുകളിലേക്ക് നമ്മൾ ഗ്ലാസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ അല്പസമയത്തിനകം ആ മെഴുകുതിരി കെട്ടുപോകുന്നു. അതായത് റിയാക്ഷൻ അവിടെ അവസാനിക്കുന്നു. അവിടെ റിയാക്ഷൻ അവസാനിച്ചത് മെഴുക് തീർന്നത് കൊണ്ടല്ല, മറിച്ച് അതിന് കിട്ടുന്ന ഓക്സിജൻ തീർന്നത് കൊണ്ടാണ്. അതായത് ആ ഗ്ലാസ്സിനകത്തുള്ള ഓക്സിജൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്ന് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ വരും. അപ്പോൾ അവിടെ റിയാക്ഷൻ അവസാനിക്കും. ഇവിടെ റിയാക്ഷൻ അവസാനിക്കാൻ കാരണമായത് എയറിൻ്റെ കുറവാണ്. ഇങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷനെ ലിമിറ്റ് ചെയ്യുന്ന റിയേജൻറ്റിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഡെഫിനിഷൻ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ദ റിയാക്റ്റൻറ്റ് വിച്ച് ഗെറ്റ്സ് കൺസ്യൂംഡ് ഫസ്റ്റ് limits the amount of product formed and is therefore called the limiting reagent. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ആദ്യം ഉപയോഗിച്ച് തീരുന്ന വസ്തു അല്ലെങ്കിൽ റിയാക്റ്റൻറ്റിനെ, ആ റിയാക്റ്റൻ്റാണ് പ്രോഡക്റ്റ് ഫോർമേഷനെ ലിമിറ്റ് ചെയ്യുന്നത്, അതിനെ സ്വാധീനിക്കുന്നത്. ആ റിയാക്റ്റൻറ്റിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയാജൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് നമുക്ക് നമ്മുടെ ചില കെമിക്കൽ റിയാക്ഷനുകളിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അതിൽ നിന്ന് നമുക്ക് ലിമിറ്റ് റിയാജൻറ്റിനെ കണ്ടെത്തുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. 3 മോൾ നൈട്രജൻ റിയാക്ട്സ് വിത്ത് 6 മോൾ ഹൈഡ്രജൻ വിച്ച് ഈസ് ലിമിറ്റിംഗ് റിയാജൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ റിയാക്ഷൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ്. നൈട്രജനും ഹൈഡ്രജനും റിയാക്ട് ചെയ്യുന്ന റിയാക്ഷനാണ്. നമുക്ക് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നൈട്രജൻ പ്ലസ് ഹൈഡ്രജൻ ഗിവ്സ് അമോണിയാണ് ഫോം ചെയ്യുക. ഇതൊരു കെമിക്കൽ ഇക്വേഷനാണ്. ഇത് നമ്മൾ ബാലൻസ് ചെയ്ത് എഴുതാം. 3H2 2NH3. അങ്ങനെ നമ്മൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതണം. സ്റ്റോക്കിയോമെട്രി കൃത്യമായിട്ട് വ്യക്തമാകുന്ന രീതിയിൽ എഴുതേണ്ടതാണ്. ഇനി നമുക്കിതിന് 1 മോൾ നൈട്രജൻ 3 മോൾ ഹൈഡ്രജനും തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നത്. എന്നിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് 2 മോൾ അമോണിയാണ്. അതായത് 1 മോൾ ഹൈഡ്രജൻ റിയാക്ട് ചെയ്യാൻ 3 മോൾ ഹൈഡ്രജൻ ആവശ്യമാണ്. തിരിച്ച് പറഞ്ഞാൽ 3 മോൾ ഹൈഡ്രജൻ റിയാക്ട് ചെയ്യാൻ 1 മോൾ നൈട്രജൻ ആവശ്യമാണ്. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് 1 മോളല്ല, 3 മോൾ നൈട്രജനാണ്. 3 മോൾ നൈട്രജനും 6 മോൾ ഹൈഡ്രജനും എടുത്തിട്ടുണ്ട്. ശരിക്ക് നൈട്രജനും ഹൈഡ്രജനും തമ്മിലുള്ള റിയാക്ട് ചെയ്യുന്നതിന് വേണ്ട റേഷ്യോ 1:3 എന്ന റേഷ്യോയിലാണ് വേണ്ടത്. അതായത് 1 മോൾ നൈട്രജൻ ആണെങ്കിൽ 3 മോൾ ഹൈഡ്രജൻ എന്ന അനുപാതത്തിലാണ് വേണ്ടത്.
അങ്ങനെയാണെങ്കിൽ 3 മോൾ നൈട്രജൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 3 മോൾ നൈട്രജൻ റിക്വയർ അതിൻ്റെ 3 ടൈംസ് 1:3 എന്ന് വെച്ച് നോക്കുമ്പോൾ 3 ടൈംസ് 9 മോൾ ഹൈഡ്രജനാണ് ആവശ്യം. പക്ഷേ ഇവിടെ 9 മോൾ ഹൈഡ്രജൻ നമുക്കില്ല, പകരം 6 മോൾ ഹൈഡ്രജനേ ഉള്ളൂ. അതുകൊണ്ട് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഹൈഡ്രജൻ തീർന്നു പോകുന്നു. അതുകൊണ്ട് ഹൈഡ്രജനെ നമുക്കിവിടെ ഹൈഡ്രജൻ ഈസ് ലിമിറ്റിംഗ് റിയാജൻ്റ് എന്ന് പറയാം. എക്സസ് ആയിട്ട് ആ സിസ്റ്റത്തിൽ ബാക്കിയാവുക, അതുകൊണ്ട് നൈട്രജനാണ്. ഹൈഡ്രജൻ ഈസ് ലിമിറ്റിംഗ് റിയാജൻ്റ് എന്ന് പറയാം. ഇങ്ങനെ നമുക്ക് ലിമിറ്റിംഗ് റിയാജൻറ്റിനെ കണ്ടെത്താൻ കഴിയും. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 32 gram മീഥേൻ റിയാക്ട്സ് വിത്ത് 160 gram ഓക്സിജൻ വിച്ച് ഈസ് ലിമിറ്റിംഗ് റിയാജൻറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ മീഥേനും ഓക്സിജനും തമ്മിലുള്ള റിയാക്ഷൻ ഇക്വേഷൻ എഴുതണം. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതണം. മീഥേൻ പ്ലസ് O2 ഗിവ്സ് പ്രോഡക്ട്സ് കമ്പഷൻ ഓഫ് മീഥേൻ കിട്ടുന്ന പ്രോഡക്ട്സ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. നമ്മൾ ഇക്വേഷൻ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് സ്റ്റോക്കിയോമെട്രി നോക്കുക. 1 മോൾ മീഥേൻ റിയാക്ട്സ് വിത്ത് 2 മോൾ ഓക്സിജൻ, അതായത് 1 മോൾ മീഥേൻ 2 മോൾ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുന്നു. നമുക്ക് തന്നിട്ടുള്ളത് 32 gram മീഥേനാണ്. 32 gram മീഥേനും 160 gram ഓക്സിജനുമാണ്. അപ്പോൾ 32 gram മീഥേൻ എത്ര ഗ്രാം ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്ന് കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഈ 32 gram മീഥേനിൽ എത്ര മോൾ മീഥേൻ ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ മതി. നമ്പർ ഓഫ് മോൾസ് കാണുന്നതിന് വേണ്ടി നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു വെയ്റ്റ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. വെയ്റ്റ്, അതായത് മീഥേൻ്റെ വെയ്റ്റ് 32 gram ആണ്. മീഥേൻ്റെ മോളിക്കുലർ മാസ് കാർബൺ 12, ഹൈഡ്രജൻ 1, അപ്പോൾ ടോട്ടൽ 16 എന്നാണ്. അത് നമുക്ക് കിട്ടും 2 എന്ന ആൻസർ കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് മീഥേൻ 32 gram എടുത്താൽ അതിൽ 2 മോൾ ഉണ്ട്. 2 മോൾ മീഥേൻ എന്ന് കിട്ടും. ഇനി 160 gram ഓക്സിജനിൽ എത്രയുണ്ടെന്ന് നോക്കാം. 160 ഡിവൈഡഡ് ബൈ ഓക്സിജൻ്റെ മോളിക്കുലർ മാസ് 32. നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 5 മോൾസ് എന്ന് കിട്ടും. അതായത് 5 മോൾസ് ഓക്സിജൻ. നമ്മൾ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇക്വേഷനിൽ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ മീഥേനും ഓക്സിജനും തമ്മിലുള്ള റേഷ്യോ 1:2 ആണ്. മോളുകളുടെ റേഷ്യോ 1:2 ആണ്. അതായത് മീഥേൻ എത്ര എടുക്കുന്നോ അതിൻ്റെ ഡബിൾ മോൾസ് ഓക്സിജൻ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ 2 മോൾസ് മീഥേനാണ് എടുത്തതെങ്കിൽ 2 മോൾ മീഥേൻ റിക്വയർ only 4 മോൾ ഡബിൾ 4 മോൾ ഓക്സിജൻ. 2 മോൾ മീഥേൻ റിക്വയർ 4 മോൾസ് ഓക്സിജൻ. അപ്പോൾ ഇവിടെ 5 മോൾ ഓക്സിജൻ എടുത്തത് കൊണ്ട് 1 മോൾ ഓക്സിജൻ അവിടെ എക്സസ് ആവും. റിയാക്ഷൻ തീരുമ്പോൾ മീഥേൻ കംപ്ലീറ്റ് യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് ലിമിറ്റിംഗ് റിയേജൻറ്റ് ഈസ് മീഥേൻ എന്ന് നമുക്ക് പറയാം. ഈ രീതിയിൽ നമ്മൾ ലിമിറ്റിംഗ് റിയേജൻറ്റുകളെ കണ്ടെത്താൻ കഴിയും.